പറഞ്ഞു തീർന്നതും ധ്രുവിൻ്റെ ടേബിളിൽ നിന്ന് ഫ്ലവർ വേസ് താഴെ വീണ ചിഹ്നിച്ചത് ഒരുമിച്ചായിരുന്നു. ധ്രുവ് അവിടെ നിന്നും വേഗത്തിൽ പുറത്തേക്ക് പോയി. എബിയും വൈകയും ഞെട്ടിത്തിരിച്ചു നിന്നു. ഇവനിതെന്താ പറ്റിയത്? അതും പറഞ്ഞ് എബി വൈകയുടെ മുഖത്തേക്ക് നോക്കി കണ്ണും നിറച്ച് അങ്ങനെ നിൽക്കുകയാണ് വൈക. ധ്രുവിൻ്റെ അച്ഛൻ്റെ ഉറ്റ സുഹൃത്താണ് ഉണ്ണിമേനോൻ. അയാളുടെ ഭാര്യയും മകൾ കീർത്തിയെയും കൂട്ടി വന്നതാണ് ധ്രുവിൻ്റെ ഓഫീസിലേക്ക്. 10 നിലയായി സ്ഥിതി ചെയ്യുന്ന സ്റ്റാർ മില്ലിയൻ എന്ന ബഹുനില കെട്ടിടം കണ്ട് കണ്ണും തള്ളി നിൽക്കുകയാണ് വന്നവർ. കീർത്തി അവളുടെ അമ്മയുടെ ചെവിയിലായി പറഞ്ഞു, അമ്മേ, അമ്മ നോക്കിക്കോ, ഞാനാകും ഇതിൻ്റെ എല്ലാ അവകാശി. അവനെ വിളച്ചു ഞാൻ കുപ്പിയിലാക്കും, എന്നിട്ടേ എല്ലാം എൻ്റെ കൈവശത്താക്കും. അവൻ കീർത്തി എന്ന് വിളിച്ച് എൻ്റെ പുറകെ നടക്കും, ഇല്ലയിൽ ഞാൻ നടത്തും. അത് പറഞ്ഞ് അമ്മയും മോളും കുലുങ്ങി ചിരിച്ചു. മേനോൻ ധ്രുവിനെ കാണാൻ വേണ്ടി ക്യാബിനിൽ കയറാൻ പെർമിഷൻ എടുത്തു. അകത്തേക്ക് നടക്കുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചയിലും മൂവരും സർവ്വതും മറന്ന് അങ്ങനെ നിന്നു. കീർത്തി അമ്മയെ തോണ്ടി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായോ ഞാനിങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്നത് എന്തിനാ എന്ന്? മേനോൻ്റെ അടുത്തേക്ക് ഒരു ഓഫീസ് ഗേൾ വന്നു. വെയിറ്റിംഗ് ഹാൾ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ വെയിറ്റ് ചെയ്യൂ. വൈക കണ്ണും നിറച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതുകൂടി കണ്ടതും എബി അവളെ സമാധാനിപ്പിച്ചു. ഇരുവരും പുറത്തേക്ക് നടന്നു. മോള് പോയിട്ട് വാ. അതും പറഞ്ഞ് എബി നോക്കിയതും ധ്രുവിൻ്റെ അടുത്ത് നിൽക്കുന്ന അവരെയാണ്. ഉണ്ണിയങ്കിൾ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിൽക്കുന്ന 50 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന ആളെ കെട്ടിപ്പിടിച്ചു. വൈക കണ്ണും നിറച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതുകൂടി കണ്ടതും എബി അവളെ സമാധാനിപ്പിച്ചു. ഇരുവരും പുറത്തേക്ക് നടന്നു. മോള് പോയിട്ട് വാ. അതും പറഞ്ഞ് എബി നോക്കിയതും ധ്രുവിൻ്റെ അടുത്ത് നിൽക്കുന്ന അവരെയാണ്. ഉണ്ണിയങ്കിൾ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിൽക്കുന്ന 50 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന ആളെ കെട്ടിപ്പിടിച്ചു. ധ്രുവ് അയാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാളുടെ മകൾ ധ്രുവിനെ ഇറകെ പടർന്നു. ഇത് കണ്ടതും വൈകിട്ട് നെഞ്ചൊന്ന് കാളി. എബി ധ്രുവിനെയും വൈകിയും മാറി മാറി നോക്കി. ധ്രുവിന് അവളുടെ ആ ഹഗ് ഒട്ടും ഇഷ്ടമായില്ല. ധ്രുവ് അവളെ ബലമായി അകറ്റി നിർത്തി. ധ്രുവ് നേരെ നോക്കിയതും തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന എബിയെയും വൈകിയുമാണ് കണ്ടത്. ധ്രുവിൻ്റെ മുഖമൊന്ന് കുനിഞ്ഞു. അയാൾ പറഞ്ഞു തുടങ്ങി, ധ്രുവനെ, കീർത്തി ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നതാണ് കേട്ടോ. അത് പറഞ്ഞതും ധ്രുവിൻ്റെയും എബിയുടെയും വൈകിയുടെ മുഖം ഒരുപോലെ ഞെട്ടി. വൈക നോക്കിക്കാണുകയായിരുന്നു അവളെ. മുഖത്ത് ഒരു ലോഡ് പൊട്ടിയിട്ടിട്ടുണ്ട്. ഡ്രസ്സ് മുട്ടപ്പമുള്ളൊരു ഗൗണാണ് വേഷം. മുൻവശത്തെ ശരീരഭാഗങ്ങളും പലതും പുറത്തേക്ക് വെളിവാകുന്ന രീതിയിലാണ് ഡ്രസ്സിങ്. വൈക പുച്ഛഭാവത്തിൽ അവളെ നോക്കി. വൈക ധ്രുവിൻ്റെ മുഖത്തേക്ക് പാളിയൊന്ന് നോക്കി. എന്നാൽ ധ്രുവ് അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ്റെ നോട്ടം അവളിലൊരു വിറയൽ പടർത്തി. എന്നാൽ കീർത്തി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കീർത്തി മനസ്സിലായി ഓർത്തു, ഇവൾ ആരാ? കാണാനൊക്കെ കൊള്ളാലോ. സ്ലിം ആൻഡ് അട്രാക്റ്റീവ് ബോഡി ലാംഗ്വേജ്. അവൾ മനസ്സിലായി പറഞ്ഞു. എബി കുനിഞ്ഞു വന്ന് വൈകിയുടെ ചെവിയിലായി പറഞ്ഞു, മോളെ, ഇവളേതാ ഈ മറുത? എബിയുടെ മറുത എന്ന പ്രയോഗം അവൾക്ക് നന്നായി തന്നെ ബോധിച്ചു. അവൾ പൊട്ടിവന്ന ചിരി കഷ്ടപ്പെട്ടു കടിച്ചു പിടിച്ചു. എന്നിട്ട് എബിയോടായി പറഞ്ഞു, എബി പ്ലീസ്, വേണ്ട, ഞാൻ ഉറക്കെ ചിരിച്ചു പോകും. ഇവരുടെ ഈ കളിയും ചിരിയും കണ്ടപ്പോൾ കീർത്തി വിചാരിച്ചു എബിയുടെ ലവറാണ് വൈകിയെന്ന്. അവൾ ആശ്വാസത്തോടെ പുറത്തേക്കൊന്ന് വിശ്വസിച്ചു. പാവം നമ്മുടെ എബി. എല്ലാവർക്കും പാവത്തിന് സംശയമാണ്. പീറ്ററിന് അഞ്ജുവിൻ്റെ പേരിലാണെങ്കിൽ കീർത്തിക്ക് വൈകിയും എബിയും തമ്മിലാണ് സംശയം. എബിയും വൈകിയും മുന്നിലേക്ക് വന്നതും ധ്രുവ് അവർക്ക് വന്നവരെ പരിചയപ്പെടുത്തി കൊടുത്തു. എബി, ഇതെൻ്റെ എങ്കിളാണ്, പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ണിമേനോൻ. ഇത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളുമാണ് കീർത്തി. MBA കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നതാ. ധ്രുവിൻ്റെ പറച്ചിൽ ഉണ്ണിമേനോന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അയാൾ ഇടയിൽ കയറി ധ്രുവിനോടെ പറഞ്ഞു, ഇതെല്ലാം നമ്മുടെ പേഴ്സണല്ലേ, ഇതെല്ലാം ഓഫീസ് സ്റ്റാഫിനോട് പറയുന്ന എന്തിനാ മോനെ? അത് കേട്ടതും എബിക്ക് നന്നായി വിറഞ്ഞു കയറി. അവൻ മുഷ്ടി ചുട്ടിപ്പിടിച്ചു. ധ്രുവ് തൻ്റെ അങ്കിളിനോടായി പറഞ്ഞു, നോ അങ്കിൾ, എബി ഇവിടുത്തെ സ്റ്റാഫല്ല. അവനും എനിക്കിവിടെ ഉള്ള അതേ അധികാരം തന്നെയാണുള്ളത്. അവൻ എൻ്റെ ബിസിനസ് പാർട്ട്ണറാണ്. ഈ കമ്പനിയിൽ അവന് 50% ഷെയറുണ്ട്. അത് പറഞ്ഞതും കീർത്തി എബിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അത് കണ്ടിട്ടെന്നോണം, അയ്യേ, ഇതെന്തിൻ്റെ കുഞ്ഞ് എന്ന എക്സ്പ്രഷൻ ഇട്ടു എബി. കീർത്തി ഒരു ചമ്മലോടെ മുഖം മാറ്റിക്കളഞ്ഞു. ധ്രുവ് അങ്കിളിനോടെ പറഞ്ഞു, ഉണ്ണി അങ്കിൾ അറിയും എബിയുടെ പപ്പയെ, അലക്സ് കുര്യൻ. അത് കേട്ടിട്ടതും ഉണ്ണിമേനോൻ്റെ മുഖം വിടർന്നു. മോനെ, എബി പറയണ്ടേ ഇത്? അയാളുടെ ക്യൂട്ട്നെസ് വാരി വിതറി. അവൻ, അലക്സും ഞാനും മാധവനും ദിക്ക് ഫ്രണ്ട്സാണ്. എന്നെപ്പറ്റി മോനോടവനൊന്നും പറഞ്ഞിട്ടില്ലേ? അതും പറഞ്ഞ് മേനോൻ എബിയെ ഹഗ് ചെയ്തു. എബി ധ്രുവിനോടായി, എന്തോന്നടേ ഇത് എന്നുള്ള എക്സ്പ്രഷൻ ഇട്ടു. എബി എന്നിട്ട് മേനോനെ തള്ളി മാറ്റി
പറഞ്ഞു. ഇല്ലെങ്കിൽ എനിക്ക് അങ്കിളിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ടല്ലേ അങ്കിളിനെ കാണുന്നത്. അതും പറഞ്ഞ് എബി അയാളെ പുച്ഛിച്ചു വിട്ടു. പെട്ടെന്ന് ധ്രുവ് പറഞ്ഞു, ഉണ്ണിയങ്കിൾ, കീർത്തിയുടെ ഡീറ്റെയിൽസ് എബിയുടെ കയ്യിൽ കൊടുക്ക്. എനിക്ക് അത്യാവശ്യമായി പുറത്തേക്ക് പോകണം. എബി ഇവിടെ ഉണ്ടാകും എന്നും പറഞ്ഞ് ധ്രുവ് പുറത്തേക്ക് നടന്നു. ഇത് കേട്ടതും എബി പല്ലുകടിച്ച് ധ്രുവിനെ നോക്കി. ധ്രുവ് ഒരു വിളി പാസ്സാക്കി വൈകിയുമായി പുറത്തേക്ക് നടന്നു. കീർത്തിക്ക് അവരുടെ പോക്ക് അത്രയ്ക്ക് കണ്ടു പോയിച്ചില്ല. അവൾ മനസ്സിലായി പറഞ്ഞു, ആ പോട്ടെ, സമയമുണ്ടല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എല്ലാം ഒന്ന് പൊളിച്ചെടുക്കാനുണ്ട്. അതും ചിന്തിച്ച് അവൾ ക്യാബിൽ ഉള്ളിലേക്ക് കയറി. എബി ചെയറിലായിരുന്നു. അവറാച്ച പെട്ടു എന്നുള്ള എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട്. കീർത്തി അവിടെ തന്നെ ഇരുന്ന് എബിയിൽ നിന്നും തെല്ലട കണ്ണ് മാറ്റിയില്ല. അവൾ അവനെ അങ്ങനെ തന്നെ നോക്കിയിരുന്നു. അവളുടെ ആ നോട്ടം അവൻ അത്രയ്ക്ക് രസിച്ചില്ല. അവനെന്തോ വല്ലായ്മ തോന്നി. എബി പെട്ടെന്ന് ചാടി എണീറ്റു. എക്സ്ക്യൂസ് എന്നും പറഞ്ഞ് പുറത്തു ചാടി. ധ്രുവ് കാറിൽ ചാടി നിന്ന് വൈകിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ധ്രുവിനെ കണ്ടതും പീറ്റർ ഓടി വന്നു. സാർ എന്ന് വിളിച്ചതും ധ്രുവ് കൈ ഉയർത്തി കാണിച്ചു. വേണ്ട എന്നുള്ള രീതിയിൽ. പീറ്ററിന് അതൊട്ടും മനസ്സിലായില്ല. ധ്രുവ് പറഞ്ഞു, വേണ്ട പീറ്റർ, ഇത് പേഴ്സണൽ ഡ്രൈവാണ് എന്നും പറഞ്ഞ് ധ്രുവ് നോക്കുന്നിടത്തേക്ക് പീറ്റർ നോക്കിയതും ബാഗും പിടിച്ച് പുറത്തേക്ക് വരുന്ന വൈകിയാണ് കണ്ടത്. രണ്ടാളും ഒന്നിച്ചൊന്ന് പുഞ്ചിരിച്ചു. പീറ്റർ എന്നിട്ട് കുറച്ച് മാറി നിന്നു. ധ്രുവ് കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറന്ന് പിടിച്ച് അവിടെ തന്നെ നിന്നു. അവൾ അവനെ കോർപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് കാറിലേക്ക് കയറി. ധ്രുവ് തല കുലുക്കി ചിരിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന വൈക ദേഷ്യത്തെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഇത് കണ്ടതും ധ്രുവ് കാറ് സൈഡിലാക്കി അവളെ നോക്കി. അപ്പോഴും പെണ്ണ് പുറത്തേക്ക് തന്നെ നോക്കിയിരിപ്പാണ്. ഇത് കണ്ടതും ധ്രുവ് പതിയെ അവളുടെ സീറ്റ് ബെൽറ്റ് അഴിച്ചു. അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ഇട്ടു. അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു. പതിയെ, വളരെ പതിയെ അവൻ അവളുടെ ചുണ്ടുകളെ ഒന്ന് നുണഞ്ഞു വിട്ടു. എന്നിട്ട് വൈകിയെ ഒന്ന് നോക്കി. പെണ്ണിൻ്റെ മുഖമൊക്കെ ചുവന്നു വന്നിട്ടുണ്ട്. അവൻ അവളോട് പറഞ്ഞു, ഡി, നിനക്ക് ഞാനൊരു 15 മിനിറ്റ് ടൈം തരും. നീ അവനെ കണ്ടിട്ട് പെട്ടെന്ന് വേണം. അതും പറഞ്ഞ് ധ്രുവ് കാറ് മുന്നിലേക്കെടുത്തു. ഹോസ്പിറ്റലിൻ്റെ പാർക്കിങ്ങിലായി ധ്രുവ് കാറ് നിർത്തി.